റോട്ടയൻ ആൻഡ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ. എന്താണ് റോട്ടയൻ എന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. എന്താണ് റോട്ടയൻ? റോട്ടയൻ ഈസ് the purest form of iron. Rotain is the purest form of iron. This analysis of rotain shows 99.99% of iron. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഏതാണ്? പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്നത് റോട്ടയൻ ആണ്. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്നത് റോട്ടയൻ ആണ്. റോട്ടയണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അയൺ ആയിരിക്കും. റോട്ടയണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അയൺ ആയിരിക്കും. 99.9% അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അയൺ ആണ്. സോ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടൻറ്റിൻ്റെ അംശം വളരെ കുറവാണ്. 0.1% അല്ലെങ്കിൽ 1.5% ഒക്കെ ആയിരിക്കും. 0.1 അല്ലെങ്കിൽ 1.5% അതിനടുത്തുള്ള ഒരു കാർബൺ കണ്ടൻറ്റ് മാത്രമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. 99.9% കാർബണും 0.1% അല്ലെങ്കിൽ 1.5% ഒക്കെ കാർബൺ അടങ്ങിയിട്ടുള്ളൂ. സോ കാർബൺ വളരെ കുറവാണ് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ്. കൂടുതൽ അയൺ ആണ്. സോ അയണിൻ്റെ അംശം, കാർബണിൻ്റെ അംശം വളരെ കുറവായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്നറിയപ്പെടുന്നത് റോട്ടയൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 0.1%, 0.1% അല്ലെങ്കിൽ 0.15% ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരളവായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോട്ടയനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അയൺ കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ when heated rotain does not melt but only become pasty and this form of can be forged to any shape. ഓക്കെ, നമ്മൾ ഈ റോട്ടയനെ ഹീറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചു. റോട്ടയനിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ദിസ് ഡൂസ് നോട്ട് മെൽറ്റ്. അപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൂടാക്കുമ്പോൾ ഉരുകാത്ത അയൺ ഏതാണ്? ചൂട് കൊടുക്കുമ്പോൾ ഉരുകാത്ത അയൺ ഏതാണ്? റോട്ടയൻ ചൂട് കൊടുക്കുമ്പോൾ ഉരുകുന്നില്ല. പക്ഷേ ഇതെന്ത് ചെയ്യുന്നു? പേസ്റ്റി രൂപത്തിലേക്ക് മാറും ആൻഡ് ഫോർജ്ഡ് ഇൻ ഷേപ്പ്. ഓക്കെ, ഇതിനെ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇത് ഉരുകുന്നില്ല, ഒരു പേസ്റ്റി രൂപത്തിലേക്ക് മാറുകയും നമുക്ക് ഏത് ഷേപ്പിലേക്കും ഫോർജ് ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്ത പോയിന്റ്, മോഡേൺ മെത്തേഡ് ഓഫ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് റോട്ടയൻ ലാർജ് ക്വാണ്ടിറ്റീസ് റോട്ടയൻ പ്രൊഡ്യൂസ് ചെയ്യാൻ മോഡേൺ മെത്തേഡ്സ് എന്ന് പറയുന്നത് പുഡ്ലിംഗ് പ്രോസസ്സും ആസ്റ്റൺ ഓർ ബയേഴ്സ് പ്രോസസ്സുമാണ്. റോട്ടയൻ നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് പ്രോസസ്സ്. ചുവടെ പറയുന്നവയിൽ ഏതാണ് റോട്ടയൻ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സ്? പുഡ്ലിംഗ് പ്രോസസ്സോ ആസ്റ്റൺ ഓർ ബയേഴ്സ് പ്രോസസ്സോ ഓപ്ഷനിൽ ഉണ്ടാകും. ഓക്കെ, അപ്പം പുഡ്ലിംഗ് പ്രോസസ്സും ആസ്റ്റൺ ഓർ ബയേഴ്സ് പ്രോസസ്സുമാണ് നമുക്ക് ഈ ഒരു റോട്ടയൻ നിർമ്മിക്കാനുള്ള രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താണ് പുഡ്ലിംഗ് പ്രോസസ്സ് എന്ന് നോക്കാം. റോട്ടയൻ ആർ മാനുഫാക്ചർഡ് റിഫൈൻ പിഗ് അയൺ. സോ അടുത്ത ചോദ്യം, റോട്ടയൻ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? പിഗ് അയൺ റിഫൈൻ ചെയ്തു. ഓക്കെ, പിഗ് അയൺ എന്ത് ചെയ്യുന്നു? പിഗ് അയൺ റിഫൈൻ ചെയ്തു, അഥവാ പിഗ് അയണിനെ ശുദ്ധീകരിച്ചായിരിക്കും നമ്മൾ റോട്ടയൻ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ആ ഒരു റിഫൈനിങ് പ്രോസസ്സ് നോക്കാം. ബൈ റിഫൈനിങ് പിഗ് അയൺ, സിലിക്കൺ ഈസ് റിമൂവ്ഡ് കംപ്ലീറ്റ്ലി, എ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ് റിമൂവ്ഡ്, ഗ്രാഫൈറ്റ് ഈസ് കൺവേർട്ടഡ് ടു കമ്പൈൻഡ് കാർബൺ. അതായത് പിഗ് അയണിനെ റിഫൈൻ ചെയ്തുകൊണ്ടാണ് റോട്ടയൻ നിർമ്മിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു റിഫൈൻ ചെയ്യുന്ന സമയത്ത് സിലിക്കണിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയും ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഫോസ്ഫറസിനെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ഗ്രാഫൈറ്റ് ഈസ് കൺവേർട്ടഡ് കമ്പൈൻഡ് കാർബൺ. സോ അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ സിലിക്കണിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫോസ്ഫറസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോസ്ഫറസിനെ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ് റിമൂവ് ചെയ്യുന്നു. ഗ്രാഫൈറ്റിനെ കമ്പൈൻഡ് കാർബണായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ എബോ പ്രോസസ്സ് എല്ലാം നടത്തുന്ന പുഡ്ലിംഗ് ഫർണസിലാണ്. സോ അടുത്ത പോരണം, പുഡ്ലിംഗ് പ്രോസസ്സ് ഏത് ഫർണസിൽ വെച്ചാണ് നടത്തുന്നത്? പുഡ്ലിംഗ് ഫർണസ്. അതല്ലെങ്കിൽ ഈ റോട്ടയൻ മാനുഫാക്ചർ ചെയ്യുന്നത് എവിടെ വെച്ചാണ്? പുഡ്ലിംഗ് ഫർണസ്. റോട്ടയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തിരിക്കേണ്ടതാണ് പുഡ്ലിംഗ് ഫർണസ് എന്ന് പറയുന്നത്. റോട്ടയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തിരിക്കേണ്ട ഫർണസാണ് പുഡ്ലിംഗ് ഫർണസ്. റോട്ടയൻ മാനുഫാക്ചർ ചെയ്യുന്നത് പുഡ്ലിംഗ് ഫർണസിൽ വെച്ചിട്ട് ഈ ഒരു പിഗ് അയണിനെ പുഡ്ലിംഗ് ഫർണസിൽ വെച്ച് റിഫൈൻ ചെയ്ത് പുഡ്ലിംഗ് ഫർണസിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന പിഗ് അയണിനെ റിഫൈൻ ചെയ്ത് ശുദ്ധീകരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്തിനെ മാനുഫാക്ചർ ചെയ്യുന്നത്? റോട്ടയനെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, റിഫൈനിങ് പ്രോസസ്സിൽ നമ്മൾ സിലിക്കണിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയും ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഫോസ്ഫറസിനെ റിമൂവ് ചെയ്യുകയും ഗ്രാഫൈറ്റിനെ നമ്മൾ കമ്പൈൻഡ് കാർബണായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സുകളൊക്കെ എവിടെയാണ്? പുഡ്ലിംഗ് ഫർണസ് വെച്ച് നടത്തുന്നത്. അടുത്ത പുഡ്ലിംഗ് ഫർണസ് എന്താണെന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ദി ഫർണസ് ഈസ് കോൾ ഫയർഡ് റിവർബേറ്ററി ഫർണസ്. അപ്പോൾ അടുത്തൊരു ചോദ്യം, എവിടെ വെച്ചാണ് പുഡ്ലിംഗ് പ്രോസസ്സ് നടത്തുന്നത്? റിവർബേറ്ററി ഫർണസിൽ വെച്ച്. അതെങ്കിൽ പിഗ് അയണിനെ റിഫൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ റോട്ടയനെ നിർമ്മിക്കുന്നത് പറഞ്ഞു. റോട്ടയൻ ചുവടെ പറയുന്നതിൽ ഏത് ഫർണസിൽ വെച്ചാണ് നടത്തുന്നത്? അവിടെ ഒരു പക്ഷേ നമുക്കുള്ളത് കുപ്പോള ഫർണസ് ഉണ്ടായിരിക്കും, ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടായിരിക്കും, പുഡ്ലിംഗ് ഫർണസ് ഉണ്ടായിരിക്കത്തില്ല, പകരം റിവർബേറ്ററി ഫർണസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ റിവർബേറ്ററി ഫർണസിൽ വെച്ചാണെന്നാണ് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. റിവർബേറ്ററി ഫർണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഡ്ലിംഗ് ഫർണസ് തന്നെയാണ്. ഓക്കെ, ദിസ് ഫർണസ് ഈസ് എ കോൾ ഫയർഡ് റിവർബേറ്ററി ഫർണസ്. ഓക്കെ, കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി വെച്ച് ഫയർ ചെയ്യുന്ന ഒരു റിവർബേറ്ററി ഫർണസ് ആണ് പുഡ്ലിംഗ് ഫർണസ് എന്ന് പറയുന്നത്. പുഡ്ലിംഗ് ഫർണസ് എന്ന് പറയുന്നത് റിവർബേറ്ററി ഫർണസ്. ഓക്കെ, അപ്പോൾ പുഡ്ലിംഗ് ഫർണസ്, ദിസ് ഫർണസ് ഈസ് കോൾ ഫയർഡ് റിവർബേറ്ററി ഫർണസ്. നോക്കാം. The term reverberatory is applied because the charge is not in actual contact with the fire but receive its heat by reflection from the dome shaped furnace roof. അടുത്ത ചോദ്യം, പുഡ്ലിംഗ് ഫർണസിനെ എന്തുകൊണ്ടാണ് നമ്മൾ റിവർബേറ്ററി എന്ന് പറയുന്ന ടേം അപ്ലൈ ചെയ്തിരിക്കുന്നത്? പുഡ്ലിംഗ് ഫർണസിന് റിവർബേറ്ററി എന്ന് പറയുന്ന ടേം അപ്ലൈ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? The term reverberatory is applied because എന്തുകൊണ്ടാണ്? ചാർജ് ഈസ് നോട്ട് ഇൻ ആക്ച്വൽ കോൺടാക്ട് വിത്ത് ദ ഫയർ. ഓക്കെ, അതായത് ചാർജ് ഫയറുമായി യഥാർത്ഥത്തിൽ സമ്പർക്കം പുലർത്താത്തതിനാൽ ബട്ട് പക്ഷേ റിസീവ് ഇറ്റ്സ് ഹീറ്റ് ബൈ റിഫ്ലക്ഷൻ ഫ്രം ദ ഡോം ഷേപ്ഡ് ഫർണസ് റൂഫ്. ഡോം ഷേപ്ഡ് ഫർണസ് റൂഫിൽ നിന്നും പ്രതിഫലനം വഴി റിഫ്ലക്ഷൻ വഴി ചൂട് സ്വീകരിക്കുന്നതിനാണ് റിവർബേറ്ററി ഫർണസ് എന്ന പദം പ്രയോഗിക്കുന്നത്. അതായത്
ചാർജ് ഫയറുമായിട്ട് യഥാർത്ഥത്തിൽ സമ്പർക്കം പുലർത്താത്തതിനാൽ ഡോം ഷേപ്പ്ഡ് ഫർണസ് റൂഫിൽ നിന്നുള്ള പ്രതിഫലനം വഴി ചൂട് സ്വീകരിക്കുന്നതിനാൽ റിവർബേറ്ററി എന്ന പദം പ്രയോഗിക്കുന്നു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയേ ഉള്ളൂ. അടുത്തൊരു പോയിന്റ് നോക്കാം. ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ടേക്കൺ ഔട്ട് ഫ്രം ദ ഫർണസ് ഇൻ ദ ഫോം ഓഫ് ബാൾസ് ഓർ ബ്ലൂംസ് ഹാവിംഗ് മാസ് അബൌട്ട് 50 കിലോഗ്രാം. അതായത് നമ്മൾ ഈ ഒരു പുഡ്ലിംഗ് ഫർണസ് അഥവാ റിവർബേറ്ററി ഫർണസിൽ നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് ഫർണസിൽ നിന്നും 50 കിലോഗ്രാം മാസുള്ള പന്തുകളുടെ അഥവാ ബോളുകളുടെ അല്ലെങ്കിൽ ബ്ലൂംസ് രൂപത്തിൽ പുറത്തെടുക്കുന്നു. ഓക്കെ, അപ്പം പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ഏത് രൂപത്തിലാണ്? ബ്ലൂംസ് അഥവാ 50 കിലോഗ്രാം മാസുള്ള പന്തുകളുടെ രൂപത്തിൽ ഈ ഒരു പുഡ്ലിംഗ് ഫർണസിൽ നിന്ന് അഥവാ റിവർബേറ്ററി ഫർണസിൽ നിന്നും പുറത്തെടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്? ദ ഹോട്ട് മെറ്റൽ ഈസ് പാസ്ഡ്. The hot metal is then passed through grooved rollers which convert blooms into bars called mud bars or puddle bars. നമ്മൾ ഈ ഒരു റിവർബേറ്ററി ഫർണസിൽ നിന്നും പുറത്തെടുത്ത ബ്ലൂംസ് അഥവാ 50 കിലോഗ്രാം വെയിറ്റുള്ള പന്തുകളുടെ രൂപത്തിലുള്ള ബോളുകളുടെ രൂപത്തിലുള്ള ആ ഒരു ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു? ആ ഒരു ഹോട്ട് മെറ്റൽ നമ്മൾ ഗ്രൂവ്ഡ് റോളേഴ്സിലൂടെ കടത്തി വിട്ടുന്നു. അങ്ങനെ ആ ഒരു ബ്ലൂംസിനെ ബാർസ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആ ഒരു റിവർബേറ്ററി അല്ലെങ്കിൽ പുഡ്ലിംഗ് ഫർണസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ബോൾ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ബ്ലൂംസ് എന്ന് പറയുന്ന 50 കിലോഗ്രാം വെയിറ്റുള്ള ആ ഒരു ഉൽപ്പന്നം ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഗ്രൂവ്ഡ് റോളേഴ്സിലൂടെ കടത്തി വിടുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട പോയിന്റാണ് ഗ്രൂവ്ഡ് റോളേഴ്സിലൂടെ കടത്തി വിടുന്നു. അങ്ങനെ ആ ഒരു ബ്ലൂംസിനെ എന്ത് ചെയ്യുന്നു? ഒരു ബാർ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. സോ അതിനെ മക്ക് ബാർസ് അഥവാ പഡ്ല് ബാർസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ദീസ് ബാർസ് ആർ കട്ട് ഇൻ ഷോർട്ട് ലെങ്ത് ഫാസ്റ്റൻഡ് ടുഗദർ ഇൻ പ്ലേസ് റീഹീറ്റിംഗ് ടു വെൽഡിംഗ് ടെമ്പറേച്ചർ ആൻഡ് അഗൈൻ റോൾഡ് ഇൻ ബാർസ്. അടുത്ത രണ്ടാമത്തെ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത് ആസ്റ്റൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ്സാണ് ആസ്റ്റൻ പ്രോസസ്സ്. എന്താണ് ആസ്റ്റൻ പ്രോസസ്സ് നോക്കാം. ഇൻ ദിസ് പ്രോസസ്സ് മോൾട്ടൺ പിഗ് ആൻഡ് സ്റ്റീൽ സ്ക്രാപ്പ് ആർ റിഫൈൻഡ് ബെസമർ കൺവെർട്ടർ. ഓക്കെ, ഇവിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും പുറത്തിരിക്കേണ്ട ആസ്റ്റൻ പർപ്പസ് ബെസമർ കൺവെർട്ടർ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിൽ മോൾട്ടൺ പിഗ് അയൺ ആൻഡ് സ്റ്റീൽ സ്ക്രാപ്പ് ആർ റിഫൈൻഡ് ബെസമർ കൺവെർട്ടർ. ഈ ഒരു പ്രോസസ്സിൽ മോൾട്ടൺ പിഗ് അയണിനെയും സ്റ്റീൽ സ്ക്രാപ്പിനെയും ഒരു ബെസമർ കൺവെർട്ടറിൽ വെച്ചിട്ട് റിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ആസ്റ്റൻ പ്രോസസ്സ് ബെസമർ കൺവെർട്ടർ. ഓക്കെ, അപ്പം ഇതിനകത്ത് മോൾട്ടൺ പിഗ് അയണിനെയും അതുപോലെ തന്നെ സ്റ്റീൽ സ്ക്രാപ്പിനെയും നമ്മൾ ബെസമർ കൺവെർട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? റിഫൈൻ ചെയ്യുന്നു അഥവാ ശുദ്ധീകരിക്കുന്നു. പിഗ് അയൺ പുഡ്ലിംഗ് പ്രോസസ്സ് എന്തായിരുന്നു? പുഡ്ലിംഗ് പ്രോസസ്സിൽ നമ്മൾ പുഡ്ലിംഗ് ഫർണസ് അഥവാ ഏതായിരുന്നു? റിവർബേറ്ററി ഫർണസ്. എന്നാൽ ആസ്റ്റൻ അഥവാ ബായസ് പ്രോസസ്സ് എവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ബെസമർ കൺവെർട്ടറിൽ വെച്ചാണ്. ഓക്കെ, ബെസമർ കൺവെർട്ടറിൽ വെച്ച് നമ്മൾ സ്റ്റീൽ സ്ക്രാപ്പിനെ അല്ലെങ്കിൽ മോൾട്ടൺ പിഗ് അയണിനെ റിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരു റിഫൈൻഡ് മോൾട്ടൺ മെറ്റൽ ഈസ് പൗഡ് ഇൻ ടു ആൻ ഓപ്പൺ ഹെർത്ത് ഫർണസ് ഇൻ ദ അയൺ സിലിക്കേറ്റ് സ്റ്റേജ്. ഈ ഒരു റിഫൈൻ ചെയ്തിട്ടുള്ള മോൾട്ടൺ മെറ്റലിനെ ഓക്കെ നമ്മൾ ബെസമർ കൺവെർട്ടറിൽ വെച്ചിട്ട് റിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു മോൾട്ടൺ മെറ്റലിനെ എന്ത് ചെയ്യുന്നു? പൗഡ് ഇൻ ഓപ്പൺ ഹെർത്ത് ഫർണസ് ഇൻ അയൺ സിലിക്കേറ്റ് സ്റ്റേജ്. അയൺ സിലിക്കേറ്റ് സ്റ്റേജിൽ ഒരു ഓപ്പൺ ഹെർത്ത് ഫർണസിലേക്ക് പൗഡ് ചെയ്യുന്നു, ഒഴിച്ചു കൊടുക്കുന്നു. ഈ ഒരു റിഫൈൻ ചെയ്തിട്ടുള്ള മോൾട്ടൺ മെറ്റലിനെ അയൺ സിലിക്കേറ്റ് സ്റ്റേജിൽ ഒരു ഓപ്പൺ ഹെർത്ത് ഫർണസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. സോ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് റിമൂവ് മോസ്റ്റ് ഓഫ് ദ കാർബൺ. ഇങ്ങനെ ഈ ഒരു റിഫൈൻ ചെയ്തിട്ടുള്ള മോൾട്ടൺ മെറ്റലിനെ നമ്മൾ അയൺ സിലിക്കേറ്റ് സ്റ്റേജിൽ ഈ ഒരു ഓപ്പൺ ഹെർത്ത് ഫർണസിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് മോസ്റ്റ് ഓഫ് ദ കാർബണയും റിമൂവ് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യുന്നു? മോസ്റ്റ് ഓഫ് ദ കാർബണയും ഇത് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അപ്പം ദി സ്ലാഗ് കൂൾഡ്. അപ്പം നമ്മൾ പറഞ്ഞു അത് മോസ്റ്റ് ഓഫ് ദ കാർബണെ റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ദ സ്ലാഗ് കൂൾഡ് മോൾട്ടൺ മെറ്റൽ പേസ്റ്റി മാസ്. അതായത് ഇനി അടുത്തത് ഈ ഒരു മോൾട്ടൺ മെറ്റലിനെ പേസ്റ്റി മാസിലേക്ക് തണുപ്പിക്കുന്നു. ഓക്കെ, ഈ ഒരു സ്ലാഗ് മോൾട്ടൺ മെറ്റലിനെ പേസ്റ്റി മാസിലേക്ക് കൂൾ ചെയ്യുന്നു. ശേഷം വിച്ച് ഇസ് ലേറ്റർ അതിനുശേഷം സ്ക്യൂസ് ഇൻ ഹൈഡ്രോളിക് പ്രസ് റിമൂവ് മോസ്റ്റ് ഓഫ് ദ സ്ലാഗ്. ഒരു ഹൈഡ്രോളിക് പ്രസ്സിനെ സ്ക്യൂസ് ചെയ്തുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ സ്ലാഗിനെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഈ റെക്ടാംഗിൾ ബ്ലോക്സ് നൗൺ ആസ് ബ്ലൂം ആർ ഫോംഡ് ഫ്രം ദിസ് മാസ്. നമ്മൾ പറഞ്ഞു സ്ലാഗ് കൂൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു മോൾട്ടൺ മെറ്റലിനെ സ്ലാഗ് പേസ്റ്റി മാസിലേക്ക് കൂൾ ചെയ്യുന്നു, തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഈ ഒരു മാസിൽ നിന്നും ഫോം ചെയ്യുന്ന ബ്ലൂംസിനെ റെക്ടാംഗിൾ ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു ബ്ലൂംസ് ഫോം ആകുന്നു. ഓക്കെ, അതായത് ഈ ഒരു മാസിൽ നിന്നും ബ്ലൂംസ് എന്ന് അറിയപ്പെടുന്ന ഒരു റെക്ടാംഗുലർ ബ്ലോക്സ് എന്ത് ചെയ്യുന്നു? ഫോം ആകുന്നു. ഓക്കെ, ബ്ലൂംസിൽ നിന്ന് ഈ ഒരു മാസിൽ നിന്നും ബ്ലൂംസ് എന്നറിയപ്പെടുന്ന റെക്ടാംഗുലർ ബ്ലോക്സ് ഫോം ആകുന്നു. ദ ഹോട്ട് ബ്ലൂംസ്. ഇനി ഈ ഒരു ഹോട്ട് ബ്ലൂംസ് എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ്ലി പാസ്ഡ് ത്രൂ റോളിംഗ് മിൽസ് ടു പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ് റോട്ടേൺ ഡിഫറൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. ഈ ഒരു ബ്ലൂംസിനെ ഓക്കെ ഒരു റെക്ടാംഗുലർ ബ്ലോക്സ് എന്നറിയപ്പെടുന്ന ബ്ലൂംസിനെ അല്ലെങ്കിൽ ബ്ലൂംസ് എന്നറിയപ്പെടുന്ന റെക്ടാംഗുലർ ബ്ലോക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റോളിംഗ് മിൽസിലൂടെ ഈ പാസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യത്യസ്ത ഷേപ്പിലും സൈസിലുമുള്ള റോട്ടേൺ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ബ്ലൂംസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റോളിംഗ് മിൽസിലൂടെ കടത്തി വിട്ടുകൊണ്ട് വ്യത്യസ്ത ഷേപ്പിലും സൈസസിലുമുള്ള പ്രോട്ടയൻ പ്രോഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി വ്യത്യസ്തമായിട്ട് പറയേണ്ടത് കമ്പോസിഷൻ ഓഫ് പ്രോട്ടയൻ ആണ്. പ്രോട്ടയനകത്ത് എന്തൊക്കെയുണ്ട്? കാർബൺ, സിലിക്കൺ, മാംഗനീസ്, സൾഫർ, ഫോസ്ഫറസ് എന്നിവയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.02 മുതൽ 0.03% വരെയാണുള്ളത്. ഓക്കെ, 0.02 മുതൽ 0.03 വരെയാണ് കാർബൺ കണ്ടൻറ്റ് ഉള്ളത്. ഓക്കെ, അപ്പം പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സൾഫർ കണ്ടൻറ്റ്. ഓക്കെ, സൾഫർ കണ്ടൻറ്റ് എത്രയാണുള്ളത്? 0.02 മുതൽ 0.04 വരെയാണ് സൾഫർ കണ്ടൻറ്റ് ഉള്ളത്. ഓക്കെ, പിന്നീട് മാംഗനീസ് കണ്ടൻറ്റ് ആണ്. മാംഗനീസ് കണ്ടൻറ്റ് എത്രയാണുള്ളത്? പിന്നീട് സൾഫർ കണ്ടൻറ്റ് കഴിഞ്ഞു. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ മാംഗനീസ് കണ്ടൻറ്റ്. ഓക്കെ, മാംഗനീസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.02 മുതൽ 0.1% വരെയാണ് മാംഗനീസ് കണ്ടൻറ്റ് ഉള്ളത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സിലിക്കൺ കണ്ടൻറ്റ് ആണ്. സിലിക്കൺ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ 0.02% വരെ സിലിക്കൺ കണ്ടൻറ്റ് ഉണ്ട്. പിന്നീട് ഫോസ്ഫറസ് കണ്ടൻറ്റ് 0.05 to 0.2% വരെ ഉണ്ട്. ഓക്കെ,
അപ്പം ഇങ്ങനെയാണ് അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് 0.02 to 0.03% വരെയാണ്. സൾഫർ കണ്ടന്റ് 0.02 to 0.04% വരെയാണുള്ളത്. മാംഗനീസ് 0.02 to 0.1% വരെയാണ്. സിലിക്കൺ കണ്ടന്റ് 0.1% to 0.2% വരെയാണ്. ഫോസ്ഫറസ് കണ്ടന്റ് 0.05 to 0.2% വരെയാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ചൂടെ പറയുന്നത് റോട്ടേൻ്റെ പർപ്പസ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഇതുണ്ടായിരുന്നു, ഡൈനാമോസിൻ്റെ കോർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. പ്രോപ്പർട്ടീസും യൂസസും ആണ് പറയുന്നത്. ആർക്കിടെക്ചറൽ വർക്കുകൾക്ക് വേണ്ടിയിട്ട് മെലാബിൾ ആൻഡ് ഡക്റ്റൈൽ പ്രോപ്പർട്ടിയുള്ള റോട്ടേൺ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ നെയ്തർ ദി ഹാർഡൻഡ് ഓർ നോർ ടെമ്പേർഡ്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു റോട്ടേൺ നമ്മൾ ആർക്കിടെക്ചറൽ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ക്രെയിൻ ഹോക്സ്, ചെയിൻ ലിങ്ക്സ്, ബോൾട്ട് ആൻഡ് നട്ട്, റെയിൽവേ കപ്ലിംഗ് ഇതൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ടഫ് ഷോക്ക് റെസിസ്റ്റൻസ് ഫൈബർ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഈസി ഫോർ വെൽഡിങ്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അബൌട്ട് 350 ന്യൂട്ടൺസ് പെർ സ്ക്വയർ മില്ലിമീറ്റർ വരെ പ്രോപ്പർട്ടിയുള്ള ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉള്ള റോട്ടയാണ് ക്രെയിൻ ഹോക്സ്, ചെയിൻ ലിങ്ക്സ്, ബോൾട്ട് ആൻഡ് നട്ട്, റെയിൽവേ കപ്ലിംഗ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി സാൾട്ട് വാട്ടറോട് എഫക്റ്റ് ചെയ്യാത്ത ഓക്കെ, ഉപ്പുവെള്ളത്തിനോട് എഫക്റ്റ് ചെയ്യാത്ത റോട്ടേൺ ആണെന്നുണ്ടെങ്കിൽ മറൈൻ വർക്ക്സ്, കപ്പൽ വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വിൽ നോട്ട് റിട്ടേൺ എന്താണ് മഗ്നീഷ്യം എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ടെമ്പററി മാഗ്നറ്റുകളും കോർ ഡൈനാമോസ്. അപ്പോൾ കോർ ഡൈനാമോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റോട്ടേൺ ഉപയോഗിച്ചാണ്. ഓക്കെ, ടെമ്പററി മാഗ്നറ്റുകളും കോർ ഡൈനാമോസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വിൽ നോട്ട് റിട്ടേൺ ദ മഗ്നീഷ്യം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഈ പറയുന്ന അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞു. ഓക്കെ, അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ് നിർമ്മിക്കാൻ വേണ്ടി കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള റോട്ടേൺ നിർമ്മിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ചോദിക്കാം, റോട്ടേൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്? ഒന്ന് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് റോട്ടേൺ ഉപയോഗിക്കുന്നത്. അത് ഈസി ഫോർജ്, വൈഡ് ടെമ്പറേച്ചർ 850 മുതൽ 1350 വരെ പൈപ്പ്, ഫ്ലാഞ്ചസ് തുടങ്ങിയവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൊഡക്ട്സുകൾ എന്നാണ് ആർക്കിടെക്ചറൽ വർക്കുകൾക്ക് ക്രെയിൻ ഹൂക്ക്, ചെയിൻ ലിങ്ക്, ബോൾട്ട് ആൻഡ് നട്ട്, റെയിൽവേ കപ്ലിങ്ങുകൾ, മറൈൻ വർക്ക്സ്, ടെമ്പററി മാഗ്നറ്റ്, കോർ ഓഫ് ഡൈനാമോസിൻ്റെ കോർ നിർമ്മിക്കാൻ, അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ് നിർമ്മിക്കാൻ, പൈപ്പ്, ഫ്ലാഞ്ചസ് എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഒരു റോട്ടേണുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇത്രയാണ് റോട്ടേണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൈൽഡ് സ്റ്റീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, സ്റ്റീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റീൽ ഈസ് ഫണ്ടമെൻ്റലി ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ. ഓക്കെ, അയൺ പ്ലസ് കാർബൺ. അപ്പം സ്റ്റീൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അയണും കാർബണും ചേരുന്നതാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് കാർബൺ കണ്ടന്റ് വേരിങ് അപ്പ് 1.5%. അപ്പം 0.1 to 1.15% അങ്ങനെയൊക്കെ ഓപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അയണാണ്. അതിനകത്ത് 1.5% വരെയുള്ള കാർബൺ കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് വ്യത്യസ്ത ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. 0.1% to 1.5% അല്ലെങ്കിൽ 1.4% ഒക്കെ ഓപ്ഷനിൽ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഒപ്പം ഒരു 2% to 4% അല്ലെങ്കിൽ 3% to 5% അല്ലെങ്കിൽ 1% to 2% ഒക്കെ ഓപ്ഷനിൽ കാണും. അപ്പോൾ നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസറാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1.5% വരെയാണ് കൊടുത്തിരിക്കുന്നത്. സോ 1.5% വരെ കാർബൺ കണ്ടന്റ് ആണ് അതിനകത്തേക്ക് അടങ്ങിയിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, പ്ലെയിൻ കാർബൺ സ്റ്റീൽ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു കാർബൺ കണ്ടന്റ്, കാർബൺ കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലെയിൻ കാർബൺ സ്റ്റീലിനെ ക്ലാസിഫൈ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ കൂടി നോക്കാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഡെഡ് മൈൽഡ് സ്റ്റീലാണ്, അഥവാ ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയും. 0.1 to 0.125% കാർബണാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, മൈൽഡ് സ്റ്റീൽ അഥവാ ലോ കാർബൺ സ്റ്റീൽ ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയും. ഇവിടെ ഡെഡ് മൈൽഡ് സ്റ്റീൽ എന്ന് തന്നെയാണ് പറയാം. മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ലോ കാർബൺ സ്റ്റീലാണ്. 0.15 to 0.3% എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 0.15% to 0.3% ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇനി മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.3% to 0.7% വരെ അടങ്ങിയിരിക്കുന്നു മീഡിയം കാർബൺ സ്റ്റീൽ. ഓക്കെ, 0.3% മുതൽ 0.7% വരെ അടങ്ങിയിട്ടുണ്ട്. ഹൈ കാർബൺ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ 0.7% മുതൽ 1.4% വരെ അടങ്ങിയിരിക്കുന്നു. 0.7% മുതൽ 1.4% വരെ അടങ്ങിയിരിക്കുന്നു. സോ എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം 0.9 to 1.4 ഏതാണ് ഇതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. സോ ഇത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 0.9 എന്ന് തന്നെ വരണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം ചോദിക്കുന്നത് 1% to 1.4% കാർബൺ അടങ്ങിയിരിക്കുന്നത് ഏതാണെന്നാണ്. സോ ഹൈ കാർബൺ സ്റ്റീൽ, അതായത് ഈ ഒരു ഡയമെൻഷനുള്ളിൽ, ഈ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നോക്കാം, ഇവിടെ പറയാം 0.1 to 0.125 ആണെന്നുണ്ടെങ്കിൽ ഡെഡ് മൈൽഡ് സ്റ്റീലാണ്. 0.1 to 0.3, അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.10, 0.30. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു മൈൽഡ് സ്റ്റീലാണ്. ഇനി 0.30 മുതൽ അഥവാ 3 മുതൽ 0.50 അഥവാ 5 അല്ലെങ്കിൽ 0.770 വരെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് മീഡിയം കാർബൺ സ്റ്റീലാണ്. ഇനി ഒരു 0.7 മുതൽ എത്രയാണ്? 1.4 വരെ ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീലായിരിക്കും എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം 0.1, 1.25, 0.15 മുതൽ 3, 3.5, 3 മുതൽ 3.5, 5 മുതൽ 1.4 ഇത്രയുള്ള ക്ലാസിഫിക്കേഷൻ. 0.1, 1, 2, 5 0 പോയിൻ്റ്. ഓക്കെ, 0.15 മുതൽ 0.3, 0.3 മുതൽ 0.7, 0.7 മുതൽ 1.4,
5 അല്ലെങ്കിൽ 4. ഓക്കെ, ഇത്രേ കാര്യമുള്ളൂ.